ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ബാപ്റ്റിസം കേക്ക് കാണാം. അതിൻ്റെ കൂടെ കേക്കിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്ക്സും പോപ്സും. അതൊരു ബ്ലൂ ആൻഡ് ഗ്രീൻ തീമിലായിരുന്നു ആ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ ഒരു ഹൈറ്റുള്ള ആ ഒരു കേക്ക് ചോക്ലേറ്റ് കേക്കായിരുന്നു, 1.5 കിലോ വെയിറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കപ്പ് കേക്ക്സൊക്കെ വാനിലയുടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി ചെയ്ത് വരുന്ന പോലെ നമ്മൾ സാധാരണ കപ്പിൽ ഒഴിച്ചിട്ട് വെക്കുകയല്ല ഞാൻ ചെയ്തത്. ഇതേപോലെ കപ്പിൽ ഇതുപോലെ സെപ്പറേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കിയിട്ട് നമ്മളിതുപോലെ ലെയറിൽ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ക്രീമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കസ്റ്റമർ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്ത കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കപ്പ് കേക്ക്സ് ചെയ്തത്. പിന്നെ മേളിൽ അതേപോലെ തന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് ആ ഒരു തീമിലാണ് നോസിൽ വർക്കും ചെയ്തിരിക്കുന്നത്. ഈ ഒരു നോസിൽ വർക്ക് എന്ന് പറഞ്ഞാൽ കപ്പ് കേക്കിൽ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കേക്ക്, അതായത് നോസിൽ വർക്കൊന്നും ഇല്ലാതെ തന്നെ ഒരു സ്പാച്ചുല കൊണ്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണെങ്കിലും ഒരു അടിപൊളി എലഗൻ്റ് ലുക്കായിട്ട് നമുക്ക് ആ ഒരു കേക്ക് കസ്റ്റമർ പറഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്നിട്ട് ഒരുപാട് വലിയൊരു വർക്കൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അടിപൊളി ലുക്കായിരുന്നു സ്റ്റേജിൽ വെച്ചിട്ട് കാണാനായിട്ട്. ഇതിപ്പോൾ കപ്പ് കേക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ലാസ്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിതെല്ലാം കപ്പ് കേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അതിൽ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് ചെയ്യാൻ പെട്ടെന്ന് ഇതുപോലെ തന്നെ കപ്പ് സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചെന്നാൽ കട്ട് ചെയ്ത് വെച്ചെന്നാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ പോപ്സും അതൊരു മണിക്കൂർ മുമ്പ് നമ്മളത് ചെയ്ത് വെച്ചു. കാരണം അത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളതിൻ്റെ കളറ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് പുറത്തെടുത്തെന്നാൽ അതിലെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഡ്രോപ്പ് പോലെ അതിൻ്റെ മേളിൽ ഇങ്ങനെ നിൽക്കും അത്. അപ്പോൾ അതൊന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ ടൈമിലാണ് നമ്മൾ ചെയ്ത് സെറ്റാക്കുന്നത്. കേക്ക് മാത്രം നമ്മൾ തലേ ദിവസം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഇതിപ്പോൾ വാനില സ്പഞ്ചിൻ്റെ ആ ഒരു പോപ്സും കപ്പ് കേക്കും ഉണ്ടായിരുന്നത്. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് അതൊന്ന് സെറ്റാവുന്നില്ലെങ്കിൽ മാത്രം ഒന്ന് ഇതുപോലെ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്തൊന്ന് ഫ്രീസറിൽ ഒരു 10 സെക്കൻഡ് ഇങ്ങനെ കാണിച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് സെറ്റായിക്കോളും. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഒരു ബ്ലൂ കളർ, ഒരു ഡാർക്ക് ബ്ലൂ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡാർക്ക് ബ്ലൂ എടുക്കാൻ ഉദ്ദേശിച്ചല്ല, കളറ് ഒരു ഭയങ്കര കട്ടിയുള്ള ഒരു ജെൽ കളർ ഒരല്പം ഒരു ഡ്രോപ്പ് ഇട്ടപ്പോൾ തന്നെ അത്രയും കളറായി മാറി. പക്ഷേ കാണാൻ അടിപൊളി ലുക്കായിരുന്നു. അതിങ്ങനെ മാറിയെങ്കിലും അതെടുത്ത് നമുക്ക് കാണുന്നുണ്ടായിരുന്നു ആ ഒരു പോപ്സിൻ്റെ ആ ഒരു ഡിസൈൻ ആ റൗണ്ട് ഷേപ്പിൽ കൊടുത്തപ്പോൾ അതിൻ്റെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ഗോൾഡൻ ബോൾസും ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ടിത് ഫൈനൽ കോട്ട് കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ കൊടുക്കണം. കാരണം വേറൊരു നോസിൽ വർക്ക് അതിൻ്റെ മുകളിലൊന്നും വരുന്നില്ല, ഒരു സൈഡിലും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ സമയമെടുത്ത് തന്നെ ചെയ്യണം. ഇപ്പോൾ നല്ല സമയമെടുത്ത് ഇടാൻ നല്ല തിക്കായിട്ട് നമ്മൾ ക്രീം കൊടുക്കണം. ഞാനൊരു 1 ഇഞ്ചിലാണ് നമ്മൾ ആ ഒരു വൈറ്റ് ക്രീം കൊടുത്തിരിക്കുന്നത്. കാരണം ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് എടുത്ത് കാണാതിരിക്കാൻ വേണ്ടി 1 ഇഞ്ചിൽ നമ്മൾ ആ ഒരു വൈറ്റ് ക്രീം കൊടുത്തു. ലെയറിലും അത്രയും അധികമൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. കൂടുതലും ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ തന്നെ ആ ഒരു നൈഫ് കൊണ്ടിട്ട് ഇതേപോലെ ആ ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ വളരെ ഒരു എലഗൻ്റ് ലുക്കായിരുന്നു നമ്മൾക്ക് ആ ഒരു സ്റ്റേജിൽ നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ ആ ടേബിളിൽ സെറ്റ് ചെയ്തപ്പോൾ അടിപൊളി ലുക്കായിരുന്നു. കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കേക്കിൻ്റെ ആ ഒരു വർക്ക്. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.